ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു തക്കാളി ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് തിളക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കും. വെറുതെ പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. ഇതുപോലുള്ളൊരു തക്കാളി 2 പകുതിയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു പകുതി മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് ഒന്ന് അടിച്ചെടുക്കുക. മറ്റേ പകുതി കൊണ്ട് ആദ്യം തന്നെ നമ്മുടെ മുഖം ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കുക. അതായത് ക്ലെൻസിങ് എന്ന് പറയും. ഒരു തക്കാളീൻ്റെ പകുതി എടുത്തതിന് ശേഷം ജസ്റ്റ് കഴുകി വൃത്തിയാക്കി തുടച്ച മുഖത്തേക്കാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് തുടച്ച് കളയുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെയിം തക്കാളി കൊണ്ട് തന്നെ നമുക്കൊന്നൊന്ന് സ്ക്രബ് ചെയ്യണം. അതായത് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന പോലെ 2-3 സ്റ്റെപ്പിൽ ഒരു ഫേസ് പാക്ക് ഇടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. തുടച്ച് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 1 സ്പൂണ് പഞ്ചസാര എടുക്കുക. ആ പഞ്ചസാരയിലേക്ക് നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിച്ച ആ തക്കാളി തന്നെ നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം 2 മിനിറ്റ് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ ബ്ലാക്ക് ഹെഡ്സ് വരുന്ന മെയിൻ ഭാഗമാണ് മൂക്കും, അതേപോലെ നമ്മുടെ താടിയുടെ ഭാഗം. ആ ഭാഗത്ത് നല്ലോണം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മുഖം ആവി പിടിക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് പെട്ടെന്ന് തന്നെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ക്ലീൻ ആയിട്ട് ഫേസ് ആവും. അപ്പോൾ നിങ്ങൾ ഫേസ് പൊള്ളിപ്പോവൊന്നും ചെയ്യരുത്. ഒന്നുകിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുള്ളൊരു തുണി, നിങ്ങളുടെ സ്കിന്നിന് താങ്ങാൻ പറ്റുന്ന ചൂടുള്ള തുണി ഒന്ന് ഒപ്പിക്കൊടുക്കുക. എല്ലാന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കൊള്ളുക മുഖം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി റിസൾട്ടായിരിക്കും. ഇങ്ങനെ 2 മിനിറ്റ് ഒന്ന് സ്ക്രബും കൂടിയും ചെയ്തിട്ട് അതും ഇതേപോലെ ഒരു ടിഷ്യോ തുണിയോ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് തുടച്ച് കളയുക. കഴുകിയെടുക്കേണ്ട കേട്ടോ, എല്ലാം ഒന്ന് തുടച്ച് കളയുക. തുടക്കുന്ന സമയത്ത് നിങ്ങൾ ആ ബ്ലാക്ക് ഹെഡ്സ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ റിസൾട്ട് അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹാഫ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണമെന്ന്. അപ്പോൾ ആ അടിച്ചെടുത്ത ആ ഒരു മിക്സ് 1 ടേബിൾ സ്പൂണോളം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു മസാജിങ് ജെല്ലാണ്. ഈ ഒരു മസാജിങ് ജെല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് മുഖം ഒന്ന് മസാജ് ചെയ്തെടുക്കണം. ഒരു മസാജിങ് ക്രീം ഇതും ഒരു 2 മിനിറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാര്യമാക്കാണ്ട് നിൽക്കരുത്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് തന്നെ നിങ്ങളൊരു ടൈമർ വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 1.5 മണിക്കൂറോളം വേണം ഒരു ഫേഷ്യൽ ചെയ്ത് തീരണമെങ്കിൽ. അത് അവർ അത്രയും നേരം മസാജ് ചെയ്തതിൻ്റെ ഗുണമാണ് നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തോളം ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റിലുള്ള ഒരു ഇതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതാ ഒരു മസാജിങ് ജെല്ല് ഉപയോഗിച്ചിട്ട് ഞാൻ 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കലാണ്. അപ്പോൾ അതിന് ആ ഒരു നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് അതന്നെ, അതായത് ആ അലോവേര ജെല്ലും പിന്നെ തക്കാളിയുടെ പേസ്റ്റും ഉള്ള ആ ഒരു മസാജിങ് ജെല്ലിലേക്ക് തന്നെ 1 ടീസ്പൂണോളം കടലമാവാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് മുന്നേ നിങ്ങൾക്ക് ലെമണൊന്നും അലർജി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 തുള്ളി ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. പിന്നെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ടൊമാറ്റോൻ്റെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ലൂസായിട്ടും അധികം ടൈറ്റായിട്ടും ഈ ഫേസ് പാക്ക് ആയി പോകാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പൊടി ഇട്ടിട്ട് ടൈറ്റാക്കാനും അതുപോലെ തന്നെ ജ്യൂസ് ഒഴിച്ചിട്ട് ലൂസാക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അവസാനത്തെ സ്റ്റെപ്പായ ഈ ഒരു ഫേസ് പാക്കും കൂടി നമ്മുടെ ഫേസിലേക്ക് 2 മിനിറ്റ് തന്നെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഈ മസാജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മുഖം മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ താടിയുടെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് സർക്കുലാർ മോഷനിൽ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തൂങ്ങിപ്പോയ സ്കിന്നെല്ലാം ഉണ്ടെങ്കിൽ അത് ടൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കും. അതായത് ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന നല്ലൊരു മസാജിങ് ആണ് അത്. വെറുതെ കുറച്ച് അലോവേര ജെല്ലോ ഗ്ലിസറിനോ എടുത്തിട്ട് അങ്ങനെ മസാജ് ചെയ്യുന്നത് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനും ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മളൊരു 20 മിനിറ്റ് മിനിമം വെക്കണം. ഇനി സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന കിടിലം ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇത് കയ്യിൽ ഞാൻ ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ. ഫേസിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങളുടെ കറുപ്പ്, അതായത് കരിവാളിപ്പ്, സൺ ടാൻ മാറാനല്ല ഇത് സഹായിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.